അത് അപ്രായോഗികമായ ഒരു പദ്ധതിയാണ്. ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ ആകാത്ത പദ്ധതിയാണ്. ഇനി കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചാലും സംസ്ഥാന ഗവൺമെൻറ് സമ്മതിച്ചാലും അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കുന്ന, സാമ്പത്തികമായി തകർക്കുന്ന വെറും കമ്മീഷന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പദ്ധതിയാണ്. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. 5 നയാ പൈസ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരാണ് 2 ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിൽ കേരയിൽ പണിയാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ബാധ്യത, സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത തരത്തിലുള്ള കനത്ത ബാധ്യതയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വലിയ ധനപ്രതിസന്ധിയും സാമ്പത്തിക പ്രശ്നവും. അക്ഷരാർത്ഥത്തിൽ ട്രഷറി താഴ്ത്തു പൂട്ടിയിരിക്കുകയാണ്. ഒരു പൈസയില്ല. വികസനം 12,000 കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്, 40,000 കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത്. എല്ലാ സാമൂഹ്യക്ഷേമ പരിപാടികളും വികസന പരിപാടികളും എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ 2 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത വരുത്തിയിട്ട് വീണ്ടും ഒരു പരിപാടി. ഒരിക്കലും നടക്കില്ല, നടപ്പാക്കാനൊട്ട് സമ്മതിക്കുകയില്ല. അതാണ് എൻ്റെ നിലപാട്.